ഡൽഹിയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ഡിസംബർ 12-ന് വടക്കൻ ഡൽഹിയിലെ സ്വരൂപ് നഗറിലാണ് സംഭവം. പ്രതിയെ പിടികൂടിയെങ്കിലും 9 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൃത്യത്തിന് ശേഷം മൃതദേഹം കനാലിൽ തള്ളിയെന്നാണ് പ്രതി നൽകിയ മൊഴി. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഞെട്ടിക്കുന്നതാണ്, ആശങ്കയുണ്ടാക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്. എന്നാണ് ഈ സംഭവം നടന്നത്? എങ്ങനെയാണ് ഇത് പുറത്തറിയുന്നത്? എങ്ങനെയാണ് പ്രതിയെ പിടിയിലായത്? ഇപ്പോൾ മൃതദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുകയാണോ? അഞ്ജിത, തീർച്ചയായിട്ടും വടക്കൻ ഡൽഹിയിലെ രോഹിണിയോട് സമീപത്തുള്ള ഈ മുനക് എന്ന് പറയുന്നൊരു കനാലിൽ ഇപ്പോഴും മൃതദേഹത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി പോലീസാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ ഡിസംബർ 12-നാണ് ഈ പീഡനവും കൊലപാതകവും സ്വരൂപ് നഗറിൽ വെച്ച് നടക്കുന്നത്. ഈ പെൺകുട്ടി തൻ്റെ 9 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി തൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ 2 ഇളയ സഹോദരങ്ങൾക്കുമൊപ്പം വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഈ വാടക വീടിൻ്റെ ഉടമസ്ഥനാണ് പ്രതി. അയാളാണ് ഈ കൊലപാതകത്തിനും പീഡനത്തിനും പിന്നിലെന്ന് പറയുന്നത്. ഡിസംബർ 12-ാം തീയതി പെൺകുട്ടിയെ വീട്ടിലാക്കി അച്ഛനും അമ്മയും ജോലിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് പെൺകുട്ടിയെ വീട്ടിൽ കാണാനുണ്ടായിരുന്നില്ല. പിന്നീട് അന്വേഷണം നടത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടിയെ അവസാനമായി കാണുന്നത് ഈ വീട്ടിൻ്റെ ഉടമസ്ഥനോടൊപ്പമാണെന്നുള്ള കാര്യത്തിൽ. പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്തതിലൂടെയാണ് ഇയാൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോവുകയും കാറിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഈ പ്രതി ഒരു വാഹനാപകടം സംഭവിച്ചിരുന്നു, ചികിത്സയിലായിരുന്നു. അങ്ങനെ ഡിസംബർ 17-നാണ് പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയതും പിന്നാലെ ഡിസംബർ 18 തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇയാൾ കസ്റ്റഡിയിലാണ്. പക്ഷേ തുടരെ മൊഴി മാറ്റുന്നത് കൊണ്ട് ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നോ അതല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ മൃതദേഹം എവിടെയാണ് ഉപേക്ഷിച്ചത് എന്നോ ഒരു കൃത്യമായിട്ടുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദഗ്ധരെ കൊണ്ടുവന്ന്, മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ മുനക് എന്ന് പറയുന്ന കനാലിൽ ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി